കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയാണിത്. 10 കൊല്ലമായി താലൂക്ക് ആശുപത്രിയായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട്, എങ്കിലും താലൂക്ക് ആശുപത്രിയുടെ യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെയില്ല. ദിനം പ്രതി ഇവിടെയുള്ളത് 1-2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഉപ്പുതറ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും, ഉപ്പുതറ, കോഴിമല അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ ഇവിടെയാണ്. ദിനം പ്രതി 10,000 ചീട്ടുകളാണ് ഇവിടെ വരുന്നത്. പക്ഷേ വരുന്നവരെല്ലാം ഇവിടെ ഡോക്ടർമാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരെയും ഇവിടുന്ന് ഒന്നെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ടോ ഇല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടോ ഇവിടുന്ന് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിന് വേണ്ടി സ്ഥലം എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ പ്രഖ്യാപനം നടത്തിയെങ്കിലും 10 കൊല്ലമായിട്ട് ഈ പ്രഖ്യാപനം ഫയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മാസവും HMC മീറ്റിംഗ് ഇവിടെ കൂടുന്നുണ്ട് എന്നുള്ളതല്ലാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് വേണ്ട യാതൊരുവിധ സംവിധാനങ്ങളും ഇന്നേ വരെ ഏർപ്പെടുത്താനായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടുത്തെ 2 സ്വകാര്യ ഹോസ്പിറ്റലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയെ ഇതുപോലെ അധപ്പതിച്ചു വരുത്തുന്നതിൻ്റെ കാരണമായി പറയുന്നു. ഒരു ആത്മാർത്ഥമായ സമീപനം മുനിസിപ്പാലിറ്റിയുടെ MLA ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു 25 വർഷക്കാലമായിട്ട് സ്വകാര്യ ആശുപത്രികളുടെ ഇടപെടൽ ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം നിലനിൽക്കുന്നത്. ആ കാര്യത്തിൽ ഇപ്പോൾ കെട്ടിടപ്പണിയുടെ ഒരു കാര്യങ്ങളിലും ഇവിടെ നിയമനങ്ങൾ നടത്തുന്നതിലും ഒക്കെ മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലുള്ളതുകൊണ്ടാണ് ഇവിടെ നിയമനം നടത്താത്തത് എന്ന് പറയുന്നു. കെട്ടിടങ്ങളുടെ പണി തീരാത്തത് എന്ന് പറയുന്നു. എന്തായാലും ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായിട്ടൊരു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടും നമുക്ക് നീ റീപ്ലേസ്മെന്റ് ആകെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ നമുക്ക് ഒരു സ്റ്റാഫ് പോലും ഇപ്പോഴാണ് അനസ്തെറ്റിസ്റ്റിനെ പോലും സ്വന്തമായി കിട്ടിയത്. മാക്സിമം എടുക്കാൻ പറ്റുന്നത് 2 ഷിഫ്റ്റുകളിലായിട്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഒരു യൂണിറ്റ് 11 ബെഡ്. ഇപ്പം 2 ഷിഫ്റ്റിലായിട്ട് 20 പേഷ്യൻറ്റിനെ ഇത് നമ്മൾ എടുക്കുന്നുണ്ട് ദിവസത്തിൽ. അപ്പോൾ ഇനിയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒത്തിരി ആൾ 2024 ലാസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻസ് 2024 വരെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ 4.5 വർഷമായിട്ട് നടന്നു വന്നു. പക്ഷെ നമുക്കിപ്പം വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ജോയ് സാർ പറഞ്ഞിട്ട് ഗ്രൗണ്ട് വാട്ടറിൽ അപ്ലൈ ചെയ്ത് ഒരു കിണറോടി കുഴിച്ച് തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് സാറൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് ഡയാലിസിസ് യൂണിറ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് അവർ തന്നിട്ടുണ്ട് സാറേ. നമുക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ പേഷ്യൻസിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിൻ്റെ ഷോർട്ടേജസ് പ്രശ്നം കാരണം. പിന്നെ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. പക്ഷെ നമുക്കൊരു സ്റ്റാഫ് പോലും ആ യൂണിറ്റിലേക്ക് പെർമനൻ്റ് ഇല്ല. എല്ലാം HMC സ്റ്റാഫ് മാത്രമാണുള്ളത്. ഡോക്ടർ നെഫ്രോളജിസ്റ്റ് ഇപ്പം ജസ്റ്റ് ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സാറിന് എന്തോ എഗ്രിമെൻ്റ് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റേ കോപ്പറേറ്റീവിൽ വരുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ നിഷ. NHM-ആയിട്ട് എഗ്രിമെൻ്റ് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. മുതലക്കോടോ ഡോക്ടർ നിഷ കോപ്പറേറ്റീവിൽ വരുന്നുണ്ട്. തിങ്കളാഴ്ച വെച്ച് കഴിഞ്ഞ് 24 ഇവിടുത്തെ പേഷ്യൻ്റ് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണണമെങ്കിൽ എറണാകുളം, കോട്ടയം അങ്ങനെ പോകണം. മാസത്തിൽ അവർക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കൊരു സജഷൻസ് ചോദിക്കണമെങ്കിലും ആരുമില്ല. മാസത്തിൽ 2 ദിവസം വരാം. എഗ്രിമെൻ്റ് വെച്ച് പുള്ളി വരത്തില്ല എന്ന് പറഞ്ഞു. അല്ലാതെ വരാം എന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ടാണല്ലോ ഞാൻ പറഞ്ഞു. NHM ചെയ്യണമെങ്കിൽ